ആ ഹായ് ചേച്ചി. ആ ഹായ് മോളെ, എന്നാ ഉണ്ട്? ഇതെന്താ മുഖത്തിന് പറ്റിയേ? പറ. പുള്ളി ഇന്നലെ കുടിച്ചിട്ടാ വന്ന്, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാ. അത് ശരി. അപ്പോൾ തെറി പറച്ചിലൊക്കെ നിർത്തി ചേട്ടനിപ്പം തല്ലാനും തുടങ്ങിയോ? കല്യാണം കഴിക്കാൻ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? എനിക്ക് കല്യാണം കഴിക്കാനും താല്പര്യമില്ല, റിലേഷൻഷിപ്പിനും താല്പര്യമില്ല. എൻ്റെ പൊന്നേച്ചി, ഈ ചുറ്റും കാണുന്നതും കേൾക്കുന്നതും ഇതൊക്കെ തന്നെയല്ലേ. പണ്ടൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം അതിൻ്റെ ഇതൊക്കെ പോയി. ഇപ്പോൾ ഉള്ളൊരു ലൈഫുണ്ടല്ലോ, ഒരു മനസ്സമാധാനമുണ്ട്. ഇനി വേറെ ഒരാൾ ഇതിലോട്ട് വന്ന് എന്തിനാ വെറുതെ നമ്മുടെ ഉള്ള പീസ് കളയുന്നത്? ഒരു ഫ്ലോയിൽ ഇപ്പം ഇങ്ങനെ പോകുന്നുണ്ട്. ഒരു കണക്കിന് അതാ നല്ലത്, ഇതൊന്നും അനുഭവിക്കണ്ടല്ലോ. പെട്ടുപോയി കഴിഞ്ഞാലേ പിന്നെ മോചനം ഇച്ചിരി പാടാ. എൻ്റെ പൊന്നു ചേച്ചി, എനിക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ട് ചോദിക്കുക. ചേച്ചിക്ക് ആവശ്യത്തിന് വിദ്യാഭ്യാസം ഉണ്ട്, നല്ലൊരു ജോലിയുണ്ട്. ഇത് പണ്ടത്തെ കാലമൊന്നുമല്ല, ഇറ്റ്സ് 2025. എന്തിനാ ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുന്നത്? അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഡിവോഴ്സ് ചെയ്തിട്ട് വാ. എനിക്കിതൊന്നും അറിയില്ല, അല്ലെങ്കിൽ ആഗ്രഹമില്ല എന്നതിൻ്റെ വിചാരം. മോളെ, നമ്മളൊരു റിലേഷൻഷിപ്പിലായി കഴിഞ്ഞാലേ, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ അതുവരെ ഇൻഡിപെൻഡൻ്റ് ആയ പല സ്ത്രീകളും പെട്ടെന്ന് ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആയിപ്പോവും. എനിക്ക് ഇയാളില്ലാതെ പറ്റില്ല, ഇയാളില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും, ആ ഒരവസ്ഥയിലോട്ട് മാറും. അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ്. ഇവരെത്ര ദുഷ്ടന്മാരാണെങ്കിലും നമ്മൾ കടിച്ചു പിടിച്ച് നിൽക്കാൻ നോക്കും. നമ്മളൊന്ന് തിരിച്ചു വരാൻ നോക്കുമ്പോഴേക്കും ഇവരെങ്ങനെയെങ്കിലുമൊക്കെ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്ത് അവിടെ തന്നെ നിർത്തും. ഒരു ലൂപ്പിൽ പെട്ട പോലെയാ. ഒറ്റയ്ക്ക് എങ്ങനെ ജീവിക്കുന്ന പേടിച്ചിട്ടാണ് കുറേ പേര് ഇപ്പോഴും ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ കല്യാണത്തിലൊക്കെ പിടിച്ചു നിൽക്കാൻ നോക്കുന്നല്ല. കളഞ്ഞിട്ട് പോകാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടോ അറിയാത്തതുകൊണ്ടോ ഒന്നുമല്ല, പക്ഷേ അത്രയും ഡിപ്പെൻഡൻ്റ് ആയി പോയ കാരണേ ഇനി വീണ്ടും എങ്ങനെയാ ഒറ്റയ്ക്ക് ജീവിക്കുക, എവിടെ നിന്നാ തുടങ്ങുക, അങ്ങനെയൊന്നും അറിയില്ല. കുറച്ച് പേരെങ്കിലും ഇല്ലാത്ത ധൈര്യമൊക്കെ ഉണ്ടാക്കിയെടുത്ത് ആ ലൂപ്പിൽ നിന്ന് പുറത്ത് വരാൻ നോക്കും. ബാക്കി കുറച്ച് പേരുണ്ട് എന്നെപ്പോലെ മരപ്പാവകളെപ്പോലെ ജീവിച്ച് തീർക്കുന്ന ജീവിതങ്ങൾ. ഇതൊന്നും അനുഭവിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞു തന്നുള്ളൂ. എന്ന് വെച്ചാൽ കല്യാണം കഴിക്കാതൊന്നും ഇരിക്കണ്ട, എല്ലാം നോക്കിയും കണ്ടൊക്കെ ചെയ്യാം.